എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഉടുപ്പ് കാണാൻ നല്ല രസമുണ്ടല്ലേ? നമുക്ക് ഇതുപോലൊരു ഉടുപ്പ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡാട്ടോ അത്. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ബാക്കിലൊരു കയർ വെച്ചിട്ട് കെട്ടുന്ന മോഡലിലാണ് ചെയ്തത്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വർദ്ധമാൻ്റെ കൂൾനിറ്റ് യാൺസാട്ടോ യൂസ് ചെയ്തത്. വർദ്ധമാൻ്റെ കൂൾനിറ്റ് യാണാണ്. നല്ല സോഫ്റ്റ് യാണാട്ടോ. കുട്ടിക്ക് ആ ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ നല്ല ഒരു കൂളായിരിക്കും. കാരണം നമുക്കെല്ലാ ആക്രിലിക് യാൺസൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഈ ഒരു യാണിൻ്റെയും വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നല്ലൊരു ഒരു സോഫ്റ്റ് യാണാട്ടോ. നമുക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ 3.5 mm ക്രോഷ്യ ഹുക്കും ഈ യാണും മാത്രമാണ് ഈ ഒരു ഫ്രോക്കിന് യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ കളേഴ്സൊന്നും മിക്സ് ചെയ്യുന്നില്ല. സിംഗിൾ കളറിലാട്ടോ നമ്മൾ ഈ ഡ്രസ്സ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടു. 59 ചെയിൻസ് ചെയ്യാണ്. നമ്മൾ ഓരോ ചെയിൻസായിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതവിടെ 59 ചെയിൻസ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് ചെയ്യാം. ഫോർത്ത് യാണൊന്ന് റൊട്ടേറ്റ് ചെയ്തു. ഫോർത്ത് ചെയിനിലേക്ക് 1 2 3 4 മൂന്നെണ്ണം സ്കിപ്പ് ചെയ്ത് ഫോർത്ത് ചെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. നമ്മൾ ഓരോ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് ഓരോ ചെയിൻസിലും ഡബിൾ ക്രോഷ്യേസ് ചെയ്തിട്ട് വരാം. നമ്മളിതവിടെ ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുത്തു. ഇനി അടുത്ത റൗണ്ടിൽ 3 ചെയിൻസ് ഇടാം. എന്നിട്ട് അത് ടേൺ ചെയ്യാം. എന്നിട്ട് അത് സെക്കൻഡ് സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യോടെ ചെയ്യാം. അടുത്ത സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ. അപ്പോൾ ആദ്യത്തെ നമ്മൾ 3 ചെയിൻസ്, ഒരു ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ. അടുത്ത 2 സ്പേസിൽ ഓരോരോ ഡബിൾ ക്രോഷ്യ. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ 2 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ റൗണ്ട് ഫുള്ള് നമ്മൾ ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ആ റൗണ്ട് ഇതവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത റൗണ്ടിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ആദ്യം ഒരു 3 ചെയിൻസ് ചെയ്യുക, +1 4 ചെയിൻസ് ചെയ്യുക. എന്നിട്ട് ഒരു സ്പേസ് സ്കിപ്പ് ചെയ്യുക. അടുത്ത സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ ഇടുക. വീണ്ടും അടുത്ത സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ ഇടുക, ഒന്ന് സ്കിപ്പ് ചെയ്യുക, അടുത്ത സ്പേസിൽ ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. നമുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ റൗണ്ട് ഇതവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 2 സൈഡും ജോയിൻറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഒരു സ്പേസ് നമ്മൾ വിട്ട സ്പേസ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അടുത്ത സ്പേസ് 3 ചെയിൻ സ്പേസിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് നമ്മൾ 2 സൈഡും ജോയിൻറ്റ് ചെയ്ത് ആ റൗണ്ട് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത റൗണ്ടിൽ 3 ചെയിൻസ് ഇടാം.
നേരത്തെ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ചെയ്തില്ലേ, ആ റൗണ്ടിൻ്റെ ഇൻക്രീസ് ആയിട്ട് തന്നെയാണ് ഈ റൗണ്ട് വരുന്നത്. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ, ഇനി അടുത്ത DCൻ്റെ മേലെയാണ് ഒരു ഡബിൾ ക്രോഷ്യ വരും. 3 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. ഇനി അടുത്ത സ്പേസിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ വരും. അതായത് 3 സിംഗിൾ ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്, 3 സിംഗിൾ ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ചെയ്തെടുക്കുക. നമുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. രണ്ടോ 1 2 3 2 1 2 3 പിന്നെ 2. അങ്ങനെ നമ്മളിത് ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. സ്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ ആ റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നമുക്ക് ഇൻക്രീസ് തന്നെയാണ് കേട്ടോ വരുന്നത്. നമ്മളിന്ന് വീണ്ടും 3 ചെയിൻസ് ഇടുക, അടുത്ത സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, അടുത്ത സ്പേസിലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, അതിൻ്റെ അടുത്ത സ്പേസിൽ. അപ്പം 4 സിംഗിൾ ഡബിൾ ക്രോഷ്യേസ് ഈ റൗണ്ടിൽ നമുക്ക് കിട്ടും. നേരത്തെ റൗണ്ടിൽ നമുക്ക് 3 എണ്ണമല്ലേ, ഈ റൗണ്ടിൽ 4 എണ്ണം വരും. ദെൻ ഒരു ഇൻക്രീസ്, 4 സിംഗിൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ഇൻക്രീസ് ചെയ്യുക. കണ്ടോ, 1 2 3 4 പിന്നെ ഒരു ഇൻക്രീസ്. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമുക്ക് ചെയ്തിട്ട് വരാം. ഇതാ നമ്മൾ ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സ്ലീവൊക്കെ ഒരു റൗണ്ടും കൂടെ നമ്മൾ ഒരു സിംഗിൾ ഡബിൾ ക്രോഷ്യേൻ്റെ ഒരു റൗണ്ടും കൂടെ ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. എല്ലാ സ്പേസിലും ഇൻക്രീസ് ഒന്നുമില്ല, ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഓരോ ചെയിൻസിലും ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ലീവ് മാർക്ക് ചെയ്യാം. ഫ്രണ്ടും ബാക്കും ആദ്യം നമ്മൾ എത്ര ഡബിൾ ക്രോഷ്യേസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ദെൻ ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്യുക, പിന്നെ 2 സ്ലീവും മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിതവിടെ 2 ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്തു, സ്ലീവും മാർക്ക് ചെയ്തിട്ടുണ്ട്. 30 ആട്ടോ ഫ്രണ്ടും ബാക്കും, 27 ആയിട്ട് സ്ലീവും കിട്ടും നമുക്ക്. ഇനി നമ്മൾ ആ 2 സ്ലീവും ജോയിൻ്റ് ചെയ്യണം. അതുവരെയുള്ള സ്പേസിൽ 15 സ്പേസിൽ, ആദ്യത്തെ 15 സ്പേസിൽ ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ്റ് ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ 3 ചെയിൻസ് ചെയ്തു, അടുത്ത സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, അതിൻ്റെ അടുത്ത സ്പേസിലും, അങ്ങനെ ആ 15 ചെയിൻസിൽ നമ്മൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. ഓരോ ഡബിൾ ക്രോഷ്യേസ് വീതം ചെയ്തെടുക്കുക. നമുക്കത് ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ ആ സ്ലീവിൽ ആ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തതാണ് നമ്മൾ ഫസ്റ്റ് ജോയിൻ്റ് വരേണ്ട സ്പേസ്. പിന്നെ അടുത്ത സ്റ്റിച്ച് മാർക്കറിലേക്കാണ് നമ്മൾ ജോയിൻ്റ് ചെയ്യുന്നത്. അതുവരെ ഈ സ്റ്റിച്ച് മാർക്കർ വിട്ട് അടുത്ത സ്റ്റിച്ച് മാർക്കർ വരെ വരുന്ന സ്പേസ് നമ്മൾ സ്കിപ്പ് ചെയ്യുക. അതാണ് നമ്മൾ സ്ലീവ് വരുന്ന പാർട്ട്. നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കാം. നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ എവിടെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡബിൾ ക്രോഷ്യ ചെയിന്, ആ ചെയിനിലും നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. കണ്ടോ, ഒരു ഡബിൾ ക്രോഷ്യ നമ്മൾ ആ സ്റ്റിച്ച് മാർക്കറിൻ്റെ സ്പേസിലും ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ എന്നിട്ട് റിമൂവ് ചെയ്യുക. എന്നിട്ട് 2 ചെയിൻസ് ഇടുക. ഇനി സ്റ്റിച്ച് മാർക്കർ തൊട്ട് അടുത്ത സ്റ്റിച്ച് മാർക്കർ വരുന്ന സ്പേസ് വരെയില്ലേ, ഇനി ഈ സ്റ്റിച്ച് മാർക്കർ തൊട്ടത് അടുത്ത സ്റ്റിച്ച് മാർക്കർ വരെ വരുന്ന ചെയിൻസിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, അത് സ്കിപ്പ് ചെയ്തിട്ട് ആ രണ്ടാമത്തെ സ്റ്റിച്ച് മാർക്കറുള്ള സ്പേസിലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി വരുന്ന ബാക്കി 29 ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യേസ് വീതം ചെയ്തെടുക്കുക. നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യേസും ഇതേപോലെ തന്നെയാണ് അടുത്ത സ്ലീവും നമ്മൾ സെയിം ഇതേപോലെ ആദ്യം ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് ആ അറ്റത്തെത്തുമ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കറിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻസ് ഇട്ട് അടുത്ത ഡബിൾ സ്റ്റിച്ച് മാർക്കറിലേക്ക് ജോയിൻ ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ ഇട്ട്. അങ്ങനെ നമ്മളിത് ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ആ സ്റ്റിച്ച് മാർക്കറൊക്കെ
റിമൂവ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ അപ്പം നമ്മൾ ഏകദേശം യോക്ക് പാർട്ട് ഇതവിടെ കംപ്ലീറ്റ് ആയി, മേലത്തെ ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി താഴത്തേക്ക് ബോട്ടം പാർട്ടിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഒരു റൗണ്ടും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ബോട്ടം പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ സ്ലീവ് വന്ന ആ സ്പേസിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ അതുവരെയുള്ള ഓരോ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. ഡബിൾ ക്രോഷ്യേൻ്റെ മേലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആ 2 ചെയിനിട്ട് നമ്മൾ ആ സ്ലീവ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതായത് ഇവിടെയൊക്കെ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്തിട്ട് ആ സ്ലീവിൻ്റെ പാർട്ട് വരുമല്ലോ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുവരെ ഞാൻ ചെയ്തെടുത്തു. ഇപ്പം നമ്മളിത് ആ സ്ലീവിൻ്റെ അവിടെ വരുന്ന 2 ചെയിൻസിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക കേട്ടോ. 3 4. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി വരുന്ന എല്ലാ ഡബിൾ ക്രോഷ്യേസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. എന്നിട്ട് അടുത്ത സ്ലീവിലും നമ്മൾ 2 ചെയിൻ ഇട്ടൊരു സ്പേസില്ലേ, അവിടെ ഇതേപോലെ തന്നെ 4 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്തെടുക്കുക. ബാക്കി ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ആ യോക്ക് പാർട്ട് ഇതിവിടെ കംപ്ലീറ്റ് ആയി. 2 സൈഡിലും നമ്മൾ ആ 2 ചെയിൻസ് ഇട്ട സ്ഥലത്ത് 4 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തു. സെൻറ്ററിലൊക്കെ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ബോട്ടം പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആ ആദ്യത്തെ ചെയിൻ സ്പേസിൽ നമ്മൾ 3 ചെയിൻസ് ചെയ്യുക. അത് നമ്മളൊരു ഡബിൾ ക്രോഷ്യ. ദെൻ അടുത്ത സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഫസ്റ്റ് സ്പേസിൽ നമ്മൾ 3 ചെയിൻസ് ഇട്ടു, അത് നമ്മളൊരു ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്പേസിലാണ് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരേ ചെയിനിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ. ദെൻ അടുത്ത സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ അറൗണ്ട് ഫുൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തെടുക്കുക. സെയിം സ്പേസിൽ തന്നെ കേട്ടോ 3 ചെയ്യുന്നത്. ഒരു ചെയിനിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ, അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ. നമുക്ക് ചെയ്തിട്ട് വരാം. നമ്മൾ ആ റൗണ്ട് ഇതവിടെ കംപ്ലീറ്റ് ആയി. കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും നമ്മൾ സ്റ്റിച്ച്. 3 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ആ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത സ്ഥലത്ത് എന്ത് ചെയ്യുക, സെൻറ്ററിൽ ഡബിൾ ക്രോഷ്യൻ്റെ മേലെയാണ് വർക്ക് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ഉള്ള സ്ഥലത്ത് ഒരു ഡബിൾ ക്രോഷ്യ തന്നെ. അപ്പോൾ നമ്മളിവിടെ ഒരു ഡബിൾ ക്രോഷ്യ ഇല്ല, അപ്പോൾ എന്ത് ചെയ്യുക, 3 ചെയിൻസ് ഇടുക. ദെൻ 3 സെൻറ്ററിലെ ചെയിനിൽ ഡബിൾ ക്രോഷ്യൻ്റെ മേലെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഫസ്റ്റത്തെ സ്പേസ് സ്കിപ്പ് ചെയ്തു. സെക്കൻഡ് സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. തേർഡ് സ്പേസ് സ്കിപ്പ് ചെയ്യുക. ദെൻ ആ ഒരു ഡബിൾ ക്രോഷ്യൻ്റെ മേലെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെയിം ഇതേപോലെ തന്നെ ആ സെൻറ്ററിൽ വരുന്ന ഡബിൾ ക്രോഷ്യൻ്റെ മേലെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യൻ്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി അടുത്ത റൗണ്ടൊക്കെ ഇതേപോലെ തന്നെയാണ്. സെൻറ്ററിൽ വരുന്ന ആ ഡബിൾ ക്രോഷ്യൻ്റെ മേലെ മാത്രം നമ്മൾ വർക്ക് ചെയ്യുക. 2 സൈഡ് ഫസ്റ്റും തേർഡും സ്കിപ്പ് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യൻ്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യുക. അങ്ങനെ നമുക്ക് ഓരോ റൗണ്ട്സായിട്ട് കൂട്ടി എത്ര ലെങ്ത് ആണോ നമ്മൾ വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമുക്ക് റൗണ്ട്സ് കൂട്ടി കൊണ്ടുവരിക. വേറെ ഡിഫറൻസ് ഒന്നുമില്ല, ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫുള്ള് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഫുൾ ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫ്രോക്ക് ഇതവിടെ റെഡിയായി. ഞാനൊരു 15 റൗണ്ട്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. 3 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ. ആ 3ൻ്റെ സെൻറ്ററിലെ ഡബിൾ ക്രോഷ്യയിലാണ് സെക്കൻഡ് റൗണ്ട് തൊട്ടിട്ട് നമ്മൾ ലാസ്റ്റ് വരെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം മറ്റൊരു പാറ്റേണായിട്ട് നമുക്ക് കാണാം.
അപ്പോൾ എല്ലാവരും ഈ ഒരു ഉടുപ്പ് ചെയ്ത് നോക്കുക. ഞാനിതിൻ്റെ ഫ്രണ്ടിലൊരു ഫ്ലവറും ബാക്കിൽ കയറുമാണ് വെച്ചത് കേട്ടോ. ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾക്കുള്ളതല്ലേ. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് പാർട്ടാണ് ഇത്. നമ്മളവിടെ കയറ് വെച്ചിട്ട് കെട്ടുന്ന പോലെയാണ് വെച്ചത്. ബട്ടണൊന്നും വെച്ചിട്ടില്ല. കുട്ടിയെ കുറച്ചുകൂടെ കംഫർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.